Thank you, Doctor. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടും ശുഭസായാഹ്നം നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം പ്രോഗ്രാം എല്ലാവരുടെയും അനുവാദത്തോടെ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മലയാളം പ്രോഗ്രാമിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് പങ്കെടുക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം വളരെ അഭിമാനവും ധന്യതയാർന്നതുമായ ഒരു ദിവസമാണ്. എന്തെന്നാൽ IFPH എന്ന ഇന്റർനാഷണൽ സംഘടന രൂപം കൊള്ളുകയും ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരികയും അതുപോലെ തന്നെ 3 ഭാഷകളിൽ വെബ് പരമ്പരകൾ തുടങ്ങി ഇടമുറിയാതെ 1460 ദിവസം എത്തിക്കുകയും അഥവാ 4 വർഷം പൂർത്തിയാക്കുകയും ചെയ്ത ധന്യമായ ദിവസമാണ്. ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട്, മുൻ സെക്രട്ടറി ഡോക്ടർ ബാബുരാജൻ, നമ്മുടെ പ്രിയങ്കരനായ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ കിരൺ ചന്ദ്, അതുപോലെ തന്നെ മീഡിയ കൺവീനർ യഹിയ പറക്കവെട്ടി, അതുപോലെ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ധനേഷ് ഡോക്ടറുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. ഡോക്ടർ ഈ നമ്മുടെ പ്രോഗ്രാം ഓരോ ദിവസവും ചാർട്ട് ചെയ്യുന്നതിനും അതിന് ഗസ്റ്റുകളെ വിളിക്കുന്നതിനും എല്ലാം വളരെ കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ 12 മണിക്കും 1 മണിക്കുമാണ് ഡോക്ടറുടെ മെസ്സേജ് മിക്കവാറും നാളത്തെ പ്രോഗ്രാം ഇന്നതാണെന്ന് വരുന്നത്. അദ്ദേഹം ഉറക്കം പോലും കുറച്ചിട്ടാണ് ഈ IFPHന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഈ നടക്കുന്ന പ്രോഗ്രാം എല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് കാണുവാനും കേൾക്കുവാനും അത് എഡിറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കുന്ന ഡോക്ടർ ഹ്യൂബർട്ട്, അതുപോലെ പിന്നെ നമ്മുടെ ഈ സംഘടനയുടെ ജോയിന്റ് കൺവീനർ ശ്രീമതി ജിതി മാഡം, ഇവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ടും നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാം. ഇന്നത്തെ എല്ലാവരും ഒന്ന് കയ്യടിക്കണേ, ഇവർക്ക് വേണ്ടി ഒരു കയ്യടി. അങ്ങനെ നമ്മുടെ 4 വർഷം പൂർത്തിയാക്കിയ ഈ ആഘോഷ പരിപാടിയിൽ ആദ്യത്തെ ചടങ്ങ് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മോടൊപ്പം തന്നെയുള്ള ഡോക്ടർ S ഗോപകുമാറിനെ ഞാൻ ക്ഷണിക്കും. കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. നന്ദി ഡോക്ടർ ഗോപകുമാർ. അടുത്തതായി ഇന്നത്തെ ഈ 4 വർഷം പൂർത്തിയാക്കുന്ന ഈ വാർഷിക ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡോക്ടർ യഹിയ പറക്കവെട്ടിയെ ക്ഷണിക്കും. നമസ്കാരം.
കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. 1460 ദിവസം, 4 വർഷം പിന്നിടുന്ന ഈ വേളയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഏതാണ്ട് 19-20ഓളം പേരാണ് ആശംസകൾ അർപ്പിക്കുന്നതിനും ഇവിടെ സംസാരിക്കുന്നതിനുമായിട്ട് ഉള്ളത്. എല്ലാവരുടെയും പേര് പറഞ്ഞ് മുഷിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലോകത്തിന്റെ കെട്ട കാലത്താണ് IFPH യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് തന്നെ. കാരണം അത് പറയുമ്പോൾ സങ്കടത്തോടു കൂടി നമ്മൾ ഓർക്കുന്ന ഒരു കാലം. അവിടുന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചുയർന്നതാണ് IFPH. അതിന്റെ ചിറകുകൾ ഇന്ന് ഏതാണ്ട് 50ഓളം രാജ്യങ്ങളിലെ പറന്ന് നടക്കുന്നു എന്ന് നാം ഓരോരുത്തരും കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആ പക്ഷിക്ക് പ്രചോദനം നൽകുന്നതാണ് ഈ ഓരോ വർഷവും നമ്മൾ ആഘോഷ വേളയായി മാറുന്ന ഈ ദിനങ്ങൾ. തീർച്ചയായിട്ടും ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം മനസ്സിനെ മനസ്സിലാക്കി ചികിത്സിക്കുക എന്ന് നാം പറയുമ്പോൾ അതിലുപരി ഒരു പടിയും കൂടി കിടന്നുകൊണ്ട് മണ്ണിനെ മനസ്സിലാക്കി ചികിത്സിക്കുക എന്ന ഒരർത്ഥത്തിലേക്ക് നാം കടക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ ഇന്ന് സന്നിധനാകുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന നമ്മുടെ കൃഷിമന്ത്രിയുടെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വിവരം ജനങ്ങളോട് അല്ലെങ്കിൽ ഡോക്ടർമാരോട് അല്ലെങ്കിൽ ഹോമിയോപ്പതി സ്നേഹികളോട് കൺവേ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി വരികയാണ്. കാരണം മണ്ണിനെ മനസ്സിലാക്കുക. ഇന്ന് നാം പാലെടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര അളവ് DDT, എത്ര അളവ് യൂറിയ, അതല്ലാന്നുണ്ടെങ്കിൽ നാം കഴിക്കുന്ന അരി ആഹാരങ്ങളിൽ എന്തുമാത്രം ലെഡ് അല്ലെങ്കിൽ അഴ്സനിക്കം അല്ലെങ്കിൽ ടിന്ന്, അതിൻ്റെയൊക്കെ എന്തുകൊണ്ട് ഈ വക രീതിയിൽ നമ്മളുടെ ആഹാര പദാർത്ഥങ്ങൾ മലീമസമാകുന്നു, അത് ഒഴിവാക്കാനുമായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? മണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ കെമിക്കൽ ഉപയോഗം ഒരുപാട് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി. എനിക്ക് തോന്നുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഉപയോഗം ഈ മണ്ണില്, പ്രത്യേകിച്ചും കൃഷിയിൽ വളരെ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി പല മേഖലയിൽ നിന്നുള്ളവർ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സങ്കടകരമായ ഒരു വസ്തുതയും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും ഹോമിയോപ്പതിയുടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, മണ്ണില് അല്ലെങ്കിൽ കൃഷിയിലെ പ്രൊമോഷന് വേണ്ടി, മൃഗങ്ങളില് ആനിമൽ ഹസ്ബൻഡറിയിലും മറ്റും പ്രൊമോഷന് വേണ്ടി തീർച്ചയായിട്ടും പ്രാധാന്യം നൽകേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് സ്വാഗതം ആദ്യമേ ഞാൻ പറയുകയാണ്. ഒപ്പം പ്രസാദ് സാറിൽ നിന്ന് വളരെ വിശദമായ ഒരു സംഭാഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ IFPHന്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറ് കഴിഞ്ഞ 4 വർഷമായി നമ്മളെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയും നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയും വളരെ പ്രായാധിക്യത്തിലും അല്ലെങ്കിൽ സമയക്കുറവിന്റെ ഇടയിലും നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇസ്മായിൽ സേഠിന്റെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ കവിത ശ്രീനിവാസൻ, PhD ഹോൾഡർ, ഡോക്ടർ ശ്രീധരക്കുറുപ്പ്, ശ്രീ പ്രവീൺ ധർമ്മരത്നം, ഡോക്ടർ ബിന്ദുരാജ്, പുനലൂരിന്റെ പുഷ്പമായിട്ടുള്ള ഹോമിയോപ്പതി പുഷ്പമായിട്ടുള്ള ഡോക്ടർ ബിന്ദുരാജ്, ഡോക്ടർ CJ വർഗീസ്, കണ്ണൂരിന്റെ കവിത എന്നറിയപ്പെടുന്ന ഡോക്ടർ CJ വർഗീസ്, ഡോക്ടർ ശാന്താചന്ദ്രൻ, ഹോമിയോപ്പതിയിലെ സ്ത്രീ രത്നത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഡോക്ടർ ശാന്താചന്ദ്രൻ, ഡോക്ടർ KP മധുസൂദന പണിക്കർ, ഹോമിയോപ്പതിയുടെ കാർഡിയോളജിസ്റ്റ്, കേരളത്തിന്റെ കാർഡിയോളജിസ്റ്റ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഡോക്ടർ മധുസൂദന പണിക്കർ, ഡോക്ടർ ഭാഗ്യലക്ഷ്മി, തിരുവനന്തപുരത്തിന്റെ ഹോമിയോപ്പതിയുടെ വിളക്കായ ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം, ഡോക്ടർ മിസ്റ്റർ പരീദ് ബാബ ഖാൻ, അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷൻ ആൻഡ് ഡയറക്ടർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂറൽ ഡെവലപ്മെന്റ് കേരള സ്റ്റേറ്റ്. അദ്ദേഹം നിരന്തരം 4 വർഷമായിട്ട് ഈ റിട്ടയർ ആയതിനു ശേഷം നിരന്തരം നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ ഹരിഹരൻ, ഡോക്ടർ കുര്യൻ കുരുവിള, ഡോക്ടർ KS പ്രസാദ്, പറവൂരിന്റെ പ്രസാദമാണ്, പ്രസാദ് ഹോമിയോപ്പതി പ്രസാദം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് അൻസാർ, കൊടുങ്ങല്ലൂരിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹോമിയോപ്പതിയുടെ വക്താവ്, ഡോക്ടർ മിസ്റ്റർ ശ്രീ വേലപ്പൻപിള്ള, ഡോക്ടർ മനോജ്, നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജ്, GT മനോജ് ആൻഡ്
ഡോക്ടർ പി ഷൈല നമ്മുടെ മോഡറേറ്റർ ആയിട്ട് എത്തിയിരിക്കുന്നത്, ഇവരെല്ലാം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം. വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കേണ്ടായി വന്നിരിക്കുന്നതിന് ക്ഷമിക്കണം, കാരണം സമയക്കുറവുകൊണ്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കൽ കൂടി ഐഎഫ്എച്ചിന്റെ പേരിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ഹോമിയോപ്പതി സ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ഹിയ. അടുത്തതായി നമ്മുടെ ഈ വാർഷികാഘോഷത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉദ്ഘാടന കർമ്മമാണ്. ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വളരെ ആദരപൂർവവും സ്നേഹപൂർവവും അദ്ദേഹത്തെ ഇന്നത്തെ ഈ ഉദ്ഘാടന വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ചെയ്താൽ മതി. സമ്മേളനത്തിൽ IFPHന്റെ ഈ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നിങ്ങൾ നേരത്തെ മുതൽ തുടങ്ങി വരുന്ന സമ്മേളനമാണ്. 9:30 പുതിയൊരു സെഷൻ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ IFPHന്റെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ഹോമിയോപ്പതി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, എന്നെ ഇതിനകത്ത് ഉദ്ഘാടകനായി ക്ഷണിച്ചതുകൊണ്ട് കൊണ്ട് മാത്രവുമല്ല, ഏതാണ്ട് നന്നേ ചെറിയ പ്രായം മുതൽ തന്നെ എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഹോമിയോ ക്ലിനിക്കിൽ നിന്ന്, സർക്കാർ ഹോമിയോ ക്ലിനിക്കിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് ശീലിച്ചു വന്നതിൻ്റെ ഫലമായിട്ട് ഇന്നും ഏതാണ്ട് അതേ രീതി പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷം. ഹോമിയോ ഒരു കപടശാസ്ത്രമാണ് എന്നും പറഞ്ഞു വരുത്തുന്ന നിരവധിയായ രീതികൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഏറെ അംഗീകരിച്ച് ശാഖകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ചികിത്സാ ശാഖകളിൽ ഒന്നാണ് ഹോമിയോപ്പതി എന്ന് നമുക്ക് അറിയാം. പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് തുടങ്ങിയ ഒന്നത് രാജ്യത്തേക്ക്, നമ്മുടെ സംസ്ഥാനത്തേക്ക് ഏതാണ്ട് ക്രിസ്ത്യൻമാരിലൂടെയാണ് സംസ്ഥാനത്ത് എത്തിച്ചേർന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങി. ഒന്നാമത്തെ ഗവൺമെന്റിന്റെ കാലം മുതൽ തന്നെ, 57 ഗവൺമെന്റിന്റെ കാലം മുതൽ തന്നെ ഹോമിയോപ്പതിക്ക്, അല്ലെങ്കിൽ ഹോമിയോ ചികിത്സാ രീതിക്ക് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് അതിന് എല്ലാ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്നതുകൊണ്ട് കേരളത്തിൽ ഏതാണ്ട് എനിക്ക് 5 മെഡിക്കൽ കോളേജാണ്, 100-ലും പ്രാദേശികമായി അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒന്നിലധികം പഞ്ചായത്തിൽ ചേരുന്നതിലൊക്കെ ആയിട്ട് ഏതാണ്ട് 800ഓളം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങളോട് കൂടിയുള്ള ഹോസ്പിറ്റലുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. രാജഭരണത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതലായി ഹോമിയോ എന്ന് വിശ്വസിച്ച ഒന്നായിരുന്നു. കാരണം കോളറ പോലുള്ള മാരകമായ രോഗങ്ങളുടെ, അല്ലെങ്കിൽ ജീവൻ അപഹരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളുടെ തടവറയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ ഹോമിയോ ഗുണപ്പെട്ടു എന്നുള്ളത് രാജഭരണകാലത്തിന്റെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായി, സാക്ഷ്യമായി എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശ്രീമൂലം തിരുനാളിനെ പോലുള്ള രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ ഹോമിയോയുടെ വലിയ മതിപ്പ് തോന്നുന്നതിന് കാരണമായി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെല്ലാമുള്ള അനുഭവത്തിലൂടെ തന്നെയാണ് ഹോമിയോ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലെ പൊതുവെ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും വലിയ വിശ്വാസ്യത ആർജിക്കുന്ന തരത്തിലേക്ക് എത്തും. ക്രിസ്ത്യൻ മിഷണന്മാരുടെ പ്രവർത്തന ഭാഗമായിട്ടാണ് കൂടുതലിടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നതിലേക്ക് ഇടവരുത്തിയത്. പല രോഗങ്ങളെയും ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നതിലൂടെ ജനങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവത്തിന്റെ കരുത്തുറ്റ അടിത്തറയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ, കേരളത്തിന് മണ്ണിൽ ഹോമിയോയ്ക്ക് പ്രതിര പ്രചാരം നേടുന്നതിലേക്ക് എത്തിയത്. ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരിക്കുന്ന ഒരു രംഗമാണ്. രോഗം, ആരോഗ്യം എല്ലാം ഉള്ളത് മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചികിത്സ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചെലവേറിയതായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ രോഗങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് മാത്രവുമല്ല,
നമ്മളെല്ലാം പടിയടച്ചു വിണ്ടം വെച്ചു എന്നൊക്കെ പറയുന്ന പഴയ രോഗങ്ങൾ വീണ്ടും എത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. ഞാൻ ചേർത്തലയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ചേർത്തല ഒരു കാലത്ത് മന്ദരോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാക്കുന്ന ഒരു ദേശമാണ്. മന്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും പലവിധങ്ങളായ കാരണങ്ങളാൽ മന്തുണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന ജനസമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പുറമേക്ക് കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നുന്ന കുറേയേറെ രോഗങ്ങൾ ഇതേപോലെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് കാഴ്ചയിൽ പ്രശ്നമെന്ന് കാണുന്ന മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രോഗങ്ങളായി കുഷ്ഠവും മന്തുമെല്ലാം പലയിടങ്ങളിലായി വ്യാപകമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചേർത്തല മന്തിന്റെ കാര്യത്തിൽ വളരെ കൂടുതലായി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് ഇതിനുവേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാവുന്നത് ദൈവങ്ങളുടെ കോപം കൊണ്ടാണ് എന്ന് കരുതിയിരുന്ന ആളുകൾ ധാരാളമായിരുന്നു. കുഷ്ഠരോഗം ഉണ്ടാകുന്നതും മന്തുരോഗം ഉണ്ടാകുന്നതുമെല്ലാം ദൈവത്തിന്റെ കോപം കൊണ്ടാണെന്ന് വിശ്വസിച്ചിരുന്ന ജനസമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. കാലമേറെ പോകെ അത് ശാസ്ത്രീയമായ ചിന്തകളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെയൊക്കെ പ്രതിരോധിക്കാനായി അല്ലെങ്കിൽ അകറ്റി നിർത്താനായി വീണ്ടും അതെല്ലാം വരുന്നോ എന്നുള്ള ഒരു ആശങ്ക മനുഷ്യരുടെ മുമ്പിലുണ്ട്. ഇന്ന് രാവിലെ പങ്കെടുത്തത് ചേർത്തല GRCയിലെ കുട്ടികളുടെ അധ്യാപകരും എല്ലാവരും ചേർന്ന് മെഡിക്കൽ ആരോഗ്യ മേഖലയിലെ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ പരിപാടിക്കാണ്. സ്കൂൾ കുട്ടികളടക്കമുള്ളവർ ആ ഗവേഷണത്തിന്റെയും അന്വേഷണത്തിന്റെയും ഭാഗമാകുന്ന ഒരു പരിപാടി. അതിനകത്തെ പ്രധാനപ്പെട്ട ഒന്ന് പാലിക്കാവുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ എനിക്ക് ഏറെ പരിചയമുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായല്ലോ കണ്ടിട്ടെന്ന് പറയുമ്പോൾ വല്ലാത്ത ഉണ്ടായിരുന്നു. കാലിലൊരു ചെറിയ നീരെല്ലാം ഉണ്ട് പറയുമ്പോൾ ചേർത്തലയുടെ തനത് അസുഖമാണ് എന്നൊരാൾ പറഞ്ഞു. കളിയാക്കി പറയുന്നതാണെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് മന്തിന്റെ ലക്ഷണമായിരിക്കും എന്നാണ് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഇവിടുന്ന് കടത്തിവിട്ടിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു, ഉറച്ചു നീക്കിയിരിക്കുന്നു എന്നെല്ലാമുള്ള വാക്കുകളിലൂടെ പറയുന്ന ഇത്തരം രോഗങ്ങൾ വീണ്ടും എത്തുന്നു. ഇടയ്ക്ക് നമ്മൾ വാർത്ത വ്യാപിക്കുന്നു എന്നുള്ള ഇടത്തിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കൻ തിരുവിതാംകൂറിൽ ഒരു കാലത്ത് പോയതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് നോക്കാം. അദ്ദേഹം വരുമ്പോൾ നമുക്ക് അവസരം കൊടുക്കാം. മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കട്ടെ. അത് നേരത്തെ പോയതാണ്. ഇസ്മായിൽ സാർ ഇല്ലേ? അടുത്തതിനി അധ്യക്ഷ പ്രസംഗമാണ്. നോക്കട്ടെ. ഒരു സെക്കൻഡ് നോക്കാം, ഒരു മിനിറ്റ് നോക്കാം. സാറിന്റെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് പോയതാണ്. സൈഡ് സാറ് എത്തിയിട്ടില്ലല്ലോ. സാർ ഇടയ്ക്ക് ലീവായെന്ന് തോന്നുന്നു. തുടക്കം മുതലേ മിനിസ്റ്ററുടെ ടോക്കില് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കാണിക്കുന്നുണ്ടായിരുന്നു. സേട്ട് സാറ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എത്തിയിട്ടില്ല. എനിക്ക് ഇത് കാണുന്നില്ല. ഇല്ല, കാണുന്നില്ല. നമുക്ക് വൈസ് പ്രസിഡന്റിനെ കൊണ്ട് 2 മിനിറ്റ് സംസാരിക്കാം. ഷാജി കുടിയത് 2 മിനിറ്റ് സംസാരിക്കാവും. നമ്മുടെ പ്രസിഡന്റ് എത്തിയിട്ടില്ല. പ്രസിഡന്റ് എത്തിയിട്ടില്ല. ഉണ്ടല്ലോ. അപ്പൊ പ്രസിഡന്റിന്റെ അഭാവത്തിലല്ല, സാറ് വരും. എന്തായാലും സമയം കളയാതെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം.
രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് IFPH എന്ന ഇന്റർനാഷണൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ടിനെ ക്ഷണിക്കും. Thank you very much for this honor and hope that നമ്മുടെ പ്രസിഡന്റ് സേട്ട് സാറ് വരികയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം 2 വാക്ക് സംസാരിക്കുകയും ചെയ്യാണ്. നമ്മൾ 4 വർഷം ചരിത്രപരമായൊരു നിയോഗം പോലെ ലോകത്തിലെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമർപ്പിതരായിട്ടുള്ള ഒരുപറ്റ ഹോമിയോപ്പതി ഡോക്ടർമാര് ലോക സമൂഹത്തിന് കേരള ഷാജി ഡോക്ടറെ, മിനിസ്റ്റർ വേറൊരു ഫോണിൽ കയറിയിട്ടുണ്ട്. ഓക്കെ പ്ലീസ് കണ്ടിന്യൂ. യെസ് സർ, അൺമ്യൂട്ട് ചെയ്യേ സർ. ക്ഷമിക്കണം ഡോക്ടറെ, എനിക്ക് നെറ്റിന്റെ കണക്ഷൻ പ്രശ്നമായി പോയതാണ്. ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം സാറേ, സാറിന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഇവിടുന്ന് നമ്മൾ ഒഴിവാക്കി വിട്ടു എന്ന് പറയുന്ന രോഗങ്ങളെല്ലാം വീണ്ടും കടന്നു വരുന്ന ഒരു തരത്തിലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ഹോമിയോപ്പതിയോടെ ഏറ്റവും കൂടുതലായ വിശ്വാസ്യത ഉണ്ടാകുന്നതിനിട വരുത്തിയത് കോളറയ്ക്ക് ഏറ്റവും ഗുണകരമാവുന്ന ഒരു ഔഷധം എന്ന തരത്തിൽ കോളറ ഒഴിവാക്കാൻ ഹോമിയോ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിലായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ കോളറ വീണ്ടും വരുന്നുള്ളത് നമ്മൾ തെക്കൻ തിരുവിതാംകൂറിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെയെല്ലാം ഒരു വല്ലാത്ത ഒരു അതാണ് ഞാൻ പറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഹോമിയോയുടെയൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. ചികിത്സ ഏറ്റവും ചെലവേറിയതായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവയവങ്ങൾ മാറ്റിവെക്കുന്നു ഒരു പുതുമയുള്ള കാര്യമല്ലാതായി മാറിയിരിക്കുന്നു. ഈ 2024 ഞാൻ തന്നെ ഏതാണ്ട് 10 തവണയെങ്കിലും 10 പ്രദേശങ്ങളിലായിട്ടെങ്കിലും ഇതിനാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി മറ്റ് ജനങ്ങളോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. കിഡ്നിയും കരളും മാറ്റിവെക്കുന്നത് വ്യാപകമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിയായിട്ട് നമുക്കതിനെ എണ്ണാം. പക്ഷേ രോഗങ്ങൾ കൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. രോഗങ്ങൾ കൂടുകയും ചികിത്സയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർക്ക് ശമ്പളം നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുമ്പോൾ ഇതിന്റെ എല്ലാ എത്തിക്സുകളും മാറിപ്പോകുന്നില്ലേ എന്നുള്ള സംശയം എന്നെ പോലുള്ളവർക്ക് ഉണ്ടാവുന്നുണ്ട്. എത്രമാത്രം ഒരു ഡോക്ടർ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ ഡോക്ടർക്ക് ശമ്പളം കൊടുക്കുന്നതിന്റെ മാനദണ്ഡമായി തീരുന്നത് എന്ന് വരുമ്പോഴേക്കും കേവലമായ കച്ചവടത്തിന്റെ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം പതിക്കുന്നുണ്ട്. ജനതയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടത്തിന്റെ കണക്ക് തോത് വെച്ച് അളക്കുന്ന ഒന്നായി മാറുമ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന പൊതുജന ആരോഗ്യം എന്നുള്ളതും പൊതുജനാരോഗ്യത്തിന്റെ സംരക്ഷണം എന്നുള്ളതുമെല്ലാം എത്രമേൽ അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സാധാരണക്കാരായ മനുഷ്യർക്കും ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ അവരുടെ രോഗങ്ങൾക്കും ചികിത്സ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ഹോമിയോപ്പതിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനം ഈ തരത്തിൽ ഏറ്റവും വിജയകരമായി തീരേണ്ടത് അനിവാര്യമുള്ള കാര്യമാണ്. വർത്തമാനകാലത്തിന്റെ പ്രതിസന്ധികളോട് എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയുക, എങ്ങനെയെല്ലാമാണ് ഇന്നത്തെ ആധുനിക കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക്, മാരകമായ രോഗങ്ങൾ എന്നതിന്റെ തടവറകളിലേക്ക് മലയാളി നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെല്ലാം മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ നമുക്ക് കേരളത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിക്കുമ്പോൾ മണ്ണിന്റെ കാര്യം പറഞ്ഞു, മനുഷ്യരുടെ കാര്യം പറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മനുഷ്യരുടെ ആരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഈ മണ്ണിൽ വിളയുന്നതാണ് മനുഷ്യന്റെ ഭക്ഷണമായി എത്തുന്നത് എന്നുള്ളത് കൊണ്ട് മണ്ണ് മോശമായാൽ മനുഷ്യൻ മോശമാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതെല്ലാം മണ്ണുമായിട്ടൊരു നാഭീനാള ബന്ധം മനുഷ്യനുണ്ട്. മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മനുഷ്യന്റെ അന്നമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് മോശമായാൽ മനുഷ്യൻ മോശമാവുന്ന തരത്തിലേക്ക് എത്തും. മണ്ണ് രോഗത്തിന് അടിമയായാൽ മനുഷ്യൻ രോഗത്തിന്റെ അടിമകളായി മാറുകയും ചെയ്യും. മണ്ണ് വിഷമയമായാൽ മനുഷ്യൻ രോഗികളായി മാറുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് യോജിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുക? ഒരു കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ള തരത്തിൽ അത്തരം യോജിപ്പിന്റെ തലങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചർച്ചയിലാണ് വിവിധ ശാസ്ത്ര ശാഖകളുമായി വിവിധ ആരോഗ്യ ശാഖകളുമായി ഞങ്ങൾ അത്തരമൊരു ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ രംഗത്തെ നിങ്ങൾ സ്വാഗതം പറഞ്ഞപ്പോൾ ഹൃദയ രംഗത്ത് ഏറ്റവും പ്രശസ്തമായ സേവനം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് സേവനം അനുഷ്ഠിക്കുന്ന ആളുകളുമായി അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഭക്ഷണത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് കൃഷിയും ആരോഗ്യവും തമ്മിലാണ് ഏറ്റവും കൂടുതലായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്. കാർഷിക മേഖലയും ആരോഗ്യ മേഖലയും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ആണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതിന്റെ ഭാഗമായിട്ടും
ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ശാഖകളിലുള്ള പ്രമുഖരായ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തുക എന്ന പരിപാടിക്ക് ഞങ്ങൾ തുടക്കം കൊടുത്തു. ഒരു അനൗപചാരികമായ യോഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ വരുത്തുക എന്നതാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഭക്ഷണത്തിൽ വരേണ്ടുന്ന മാറ്റങ്ങളിലൂടെ രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി ഞാൻ കൂടുതൽ പറയുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ സാറ്. അതുപോലെ തന്നെ പറയാമോ എന്ന് അറിഞ്ഞൂടെങ്കിലും സാറിനെ ഇത്ര കിട്ടുമ്പോൾ പറയാതിരിക്കാനും തോന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പൊതുജനാരോഗ്യ ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ആശങ്കയിലാണ് സാറ്. അത് ഞങ്ങള് ആ ഒരു കാര്യത്തിലൊക്കെ സാറ് ഞങ്ങളോടൊപ്പം നിൽക്കും, ഞങ്ങളെ ആശങ്കകളിൽ ചേരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, നന്ദി സാർ. അടുത്തത് നമ്മുടെ വൈസ് പ്രസിഡന്റ് തുടരാം. ഷാജി കുടിയേട്ട് ഡോക്ടറെ. ഷാജി കുടിയേട്ട് ഡോക്ടർ ഇല്ലേ? ഇല്ലല്ലോ, അദ്ദേഹം ഒരു കോൺഫറൻസ് പങ്കെടുത്തുകൊണ്ടിരിക്കുക. സേട്ട് സാറിന്റെ അഭാവത്തിൽ ചെറിയൊരു അധ്യക്ഷ പ്രസംഗം നടത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ധർമ്മം. അപ്പൊ ഞാൻ തുടങ്ങി വെച്ചത് തുടരുകയാണ്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി തന്നെ നമുക്ക് ഏറ്റവും നല്ല ഉദ്ഘാടകനായിട്ട് കിട്ടി. അദ്ദേഹത്തിന്റെ പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം തന്നെ വളരെ സാന്ദർഭികമായിട്ട് ഏക ആരോഗ്യം എന്ന ഒരു പൊതു മാനദണ്ഡത്തിൽ അധിഷ്ഠിതമായി ജീവനുള്ള ഏതൊരവസ്ഥയ്ക്കും ഉതകുന്ന ഒരു ചികിത്സയായി ഹോമിയോപ്പതിയെ പരിഗണിക്കാം എന്നുള്ള ഒരു സത്യം കൂടി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥ നമുക്കുണ്ട്. അത് സസ്യങ്ങളിലായിക്കോട്ടെ, മൃഗങ്ങളിലായിക്കോട്ടെ, മനുഷ്യരിലായിക്കോട്ടെ, ആ എല്ലാ ജീവനുള്ള അവസ്ഥയിലും ജീവശക്തി അവശേഷിക്കുന്നിടത്തെല്ലാം ഹോമിയോപ്പതിക് മെഡിസിന്റെ പ്രയോജനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഡോക്ടറെ പോലെ അവരെല്ലാം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ ഒരു രംഗത്ത് പ്രവർത്തിക്കണം. കൃഷിമന്ത്രി ആ കാര്യം ഇപ്പൊ സൂചിപ്പിച്ചു. നമുക്കതെല്ലാം വളരെ സന്ദർഭോചിതമായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവരുടെ ശ്രദ്ധയിലോട്ട് ഇതെല്ലാം കൊണ്ടുവരുന്നതിനും അങ്ങനെ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ലോകത്തിന്റെ നന്മയ്ക്കും ലോകത്തിലെ മനുഷ്യരുടെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാം ആരോഗ്യത്തിന് ഉതകുന്ന തലത്തിലോട്ടൊരു പൂർണ്ണ വൈദ്യശാസ്ത്ര മേഖലയായിട്ട് മാറ്റി പരിവർത്തനം ചെയ്തെടുക്കുന്നതിന് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിക്ക് വലിയൊരു മാനവധർമ്മം നിർവഹിക്കാനുണ്ട്. ആ വലിയ ദൗത്യത്തിന്റെ ഭാഗമായാണെന്ന് ലോകത്തിന്റെ ഏറ്റവും സമർപ്പിതരായിട്ടുള്ള ഹോമിയോപ്പതി സമൂഹമായി ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി മാറ്റപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ നിന്നും ലോക ചരിത്രത്തിലോട്ടും ലോക മനുഷ്യരുടെ നന്മയിലോട്ടും വെളിച്ചമൂതുന്ന പ്രകാശ ദീപസ്തംഭങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ ഈ 4 വർഷത്തെ കഠിന പ്രയത്നം ഇനി അനേകായിരം വർഷങ്ങള് ഈ ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രം മാനവിക ധർമ്മത്തിന് ഉതകുന്ന രീതിയിൽ എത്തേണ്ട തലങ്ങളിൽ അതിന്റെ പൂർണ്ണ അർഹിക്കുന്ന തലത്തിൽ എത്തുന്ന തലം വരെ നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. അതിന് സർവേശ്വരൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 4 വർഷത്തെ പ്രയത്നത്തിൽ നമ്മളോട് ഏറ്റവും സഹകരിച്ച, ഇതിനോട് എന്നും മുന്നിൽ നിന്ന് നമ്മളെ സഹകരിക്കുന്നത് അനേഷ് ഡോക്ടർ, മനോജ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, നമ്മുടെ എന്നും ഇതിൽ പങ്കെടുക്കുന്ന ഹോമിയോപ്പതി ലവേഴ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ എന്നും ഇതിന്റെ നിത്യ നിറകൂട സാന്നിധ്യങ്ങളായിട്ടുള്ള ഹരിഹരൻ ഡോക്ടർ, കുറുപ്പ് ഡോക്ടർ, അമ്പാടി മാഡം, ഭാഗ്യലക്ഷ്മി മാഡം തുടങ്ങി ഓരോരുത്തരെയും പേരിട്ട് പറയുന്നതിൽ ശാരദ മാഡം, അതുപോലെ തന്നെ നമ്മുടെ ശാരദാചന്ദ്രൻ മാഡം, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറുടെ പേര് സാർ അവിടെ ഇരിപ്പുണ്ട്. സാറിന്റെ ഫോട്ടോ കാണാം. സാറിന്റെ പേര് എനിക്ക് അവിടെ വായിക്കാൻ പറ്റുന്നില്ല. സാംസങ് SM എന്നുള്ള പേരിലാണ് കയറിയിരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സലീം കുമാർ ഡോക്ടർ, യാഹിയ ഡോക്ടർ,
എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ അവസരം ഓർക്കുകയാണ്. നമ്മുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ലോകത്തില് ഒരു ചരിത്ര അവശേഷിപ്പായി ഹോമിയോപ്പതിയെ മാറ്റി മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് മാറ്റാം എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അതിന് നമുക്ക് കൂട്ടായി ശ്രമിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹോമിയോപ്പതിയുടെ ലോക ചരിത്ര വിജയാശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ. നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഡോക്ടർ ഷാജി കുടിയാട്ടിന്. അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ള ചടങ്ങാണ്. എല്ലാവരും സഹകരിക്കുക, ക്ഷമിക്കുക. എല്ലാവരും നമ്മളെ കുടുംബത്തിലുള്ളവർ തന്നെയാണ്. 2 മിനിറ്റ് വീതം എടുത്ത് ആശംസാ പ്രസംഗം ഒതുക്കണം എന്ന് വിനയപുരസരം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കവിത ശ്രീനിവാസൻ, റിട്ടയർഡ് പ്രൊഫസർ, അവർകളെ ക്ഷണിക്കുന്നു. മാഡം സംസാരിച്ചോളൂ. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഡോക്ടർമാരെ, വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നു. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന ഈ സംഘടനയുടെ 4ാം വാർഷികത്തിൽ പങ്കെടുക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഡോക്ടർ ഭാഗ്യലക്ഷ്മിയോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്ന് വായിച്ചപ്പോൾ ഞാനൊരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് വായിക്കാനിടയായി. അവര് ഡോക്ടർ PS നന്ദ, നിങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും, പ്രശസ്തയായ ഹോമിയോ ഡോക്ടറാണ്. അവര് സെറബ്രൽ പാൾസിയുള്ള, അതേസമയം ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. അവരുടെ ഒരു അനുഭവം അവർ എഴുതിയിരുന്നത്, അവരോട് ഒരു വ്യക്തി ഒരു ദിവസം ചോദിച്ചു, എത്രയോ നല്ല ഡോക്ടർമാരുള്ളപ്പോൾ കുറവുകളുള്ള ഈ ഡോക്ടറിനോട് ഞാൻ എന്തിനു വരണം? ഇതുപോലുള്ള ഒരു ചോദ്യം നിങ്ങൾ കോവിഡ് കാലത്ത് നേരിട്ടിരിക്കും. കാരണം മറ്റെന്തെല്ലാം ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്, പ്രത്യേകിച്ച് അത്യാധുനികമെന്ന് ഘോഷിക്കുന്ന അലോപ്പതി ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനു ഹോമിയോപ്പതിയിലേക്ക് പോകണം? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ഫോറം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോഴാണ് റെസ്പോൺസ് ഉണ്ടാകുന്നത്. സുപ്രസിദ്ധ ചിന്തകൻ അർണോൾഡ് ടോയിൻബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ആ ചലഞ്ചിന്റെ റെസ്പോൺസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ഇത് 1460 ദിവസം ഇത് മുന്നേറുകയാണ്. എല്ലാവർക്കും അതിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഫോറം പ്രത്യാശയുടെ ഗോപുരമാണ്, സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന്റെ ചാമ്പ്യനാണ്, അതുപോലെ ഹോമിയോപ്പതിയുടെ ഉറച്ച വക്താവുമാണെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഹോമിയോപ്പതിയിലെ അതിന്റെ മഹിമ പ്രസിദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഫോറം ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ താണ്ടിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തിയെയും അതിന്റെ സുരക്ഷിതത്വത്തെയും കുറിച്ച് അവബോധം വളർത്തി, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കി, ഹോമിയോപ്പതിയെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചു. അതുപോലെ ഹോമിയോപ്പതിയുടെ അനുകൂലമായ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മൾ ഇന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചതുപോലെ കേന്ദ്ര മറ്റ് സംസ്ഥാന സർക്കാരുകളുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഹോമിയോപ്പതി മെഡിസിന്റെ ഒരു ആധുനികത വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ചു, ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് പിന്തുണ നൽകി. ഏറ്റവും പ്രധാനം, ലോകമെങ്ങുമുള്ള സമാനഗതിക്കാരുടെ സംഘടനകളുമായി ആഗോള ശാഖകളും സഖ്യങ്ങളും ശക്തിപ്പെടുത്തി. അപ്പൊ രോഗശാന്തി മൂല്യവത്തായ ഒരു പൈതൃകം സംരക്ഷിക്കാൻ ഈ ഫോറം സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ അതിന്റെ സ്വാധീനത്തിൽ അംഗങ്ങളിൽ കവിഞ്ഞ് ഇത് കടന്നുപോയി എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ളവരുടെ ഒരു പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. എന്താണ് ഇതിന്റെ ഭാവി ദർശനം എന്ന് നമുക്ക് നോക്കാം. ഈ ഫോറം ഇനിയും ഒരു പ്രേരക ശക്തിയായി തുടരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ സമഗ്രമായ സമീപനം തേടുന്ന എല്ലാവർക്കും പ്രചോദനമാണ് ഹോമിയോപ്പതി എന്ന് പറയാം. അവസാനമായി ഈ 4ാം വാർഷികത്തിൽ ഹോമിയോപ്പതി നമുക്ക് അതിന്റെ മഹിമ സംരക്ഷിക്കുന്നതിനുള്ള ഇന്റർനാഷണൽ ഫോറത്തിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതോടൊപ്പം ഫോറത്തിന്റെ ദൗത്യങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഉറപ്പിക്കാം. ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിരക്ഷണ സംവിധാനങ്ങളുടെ സുപ്രധാന ഘടകമായി
ഹോമിയോപ്പതി അംഗീകരിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാവി നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം. എല്ലാവർക്കും ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. നന്ദി. നന്ദി, സന്തോഷം. ഡോക്ടർ കവിത ശ്രീനിവാസൻ, മാഡത്തിന്റെ ഹോമിയോപ്പതിയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഹോമിയോപ്പതിയെ വളരെ നന്നായി IFPHനെയൊക്കെ അറിയുന്നുണ്ട്. അടുത്തതായി ശ്രീധരക്കുറുപ്പ് സാറിനെയാണ് ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നത്. സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, എന്തായാലും ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷം. സാറിന് ആശംസകൾ അർപ്പിക്കും. സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട എല്ലാ ഇതിൻ്റെ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ ഹോമിയോപ്പതി സ്നേഹികൾക്കും, സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ഇതിൻ്റെ ഫാക്കൽറ്റി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. IFPHന്റെ ഓൺലൈൻ സെമിനാറിൻ്റെ 4ാം വർഷം, അതായത് 1460 ദിവസം ഇടതടവില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും അങ്ങനെ 3 ഭാഷകളിലും ഇത് ഇടതടവില്ലാതെ നടന്നു വരികയാണ്. ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന സംഘടന ലക്ഷ്യം തന്നെ ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുകയും ഡോക്ടർമാർക്കും സാധാരണക്കാർക്കും ഹോമിയോപ്പതിയിലുള്ള അതിൻ്റെ അറിവ്, അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എതിർപ്പുകൾ പല വശത്തു നിന്നും പലതരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും നാളത്തെ ഒരു ഇടതടവില്ലാതെ, ഒരു കോട്ടവും കൂടാതെ ഈ 1460 ദിവസം ഇടതുടരുന്നതിന് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവുമുണ്ട്. പക്ഷേ എന്തൊക്കെ ആയിരുന്നാലും ഇത് ഏറ്റവും കൂടുതൽ ഇത് ഇടതടവില്ലാതെ തുടരുന്നതിന് ദിനക്ക് ദിനം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതിന് അറിവും, അതുപോലെ തന്നെ ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അറിവും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും മനസ്സിലാക്കുന്നതിനും വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. പല തീരാവ്യാധികൾ കൊണ്ടും കഷ്ടപ്പെടുന്ന രോഗികൾ ഒരു താങ്ങും തള്ളുമായി നിലകൊള്ളുകയും ഹോമിയോപ്പതിയുടെ ഒരു നെടുന്തൂണായി IFPH എന്നും പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അതിനാൽ യാതൊരു ഇതും കൂടാതെ അറിവിനും അതിൻ്റെ പ്രായോഗിക രീതിയും ശാസ്ത്രീയതയും എല്ലാം വിവരിക്കുകയും ഇവിടെ ജൂനിയർ സീനിയർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യപ്പെടുവാനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും ഒന്നിച്ചു കൂടുവാനും അവരുടെ ഒപ്പം സന്തോഷം പകരുന്നതിനും അവരുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങളും പരസ്പരം നടത്തുവാനും നൽകുന്ന ഒരു വേദിയായിട്ട് ഇതിനെ ഞാൻ കാണുന്നു. അതുപോലെ അതിനോടൊപ്പം തന്നെ IFPHന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ഉയരങ്ങളിലേക്ക് എന്നും എത്തുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് IFPH, ജയ് ഹോമിയോപ്പതി. എല്ലാവർക്കും ഒരു ഓണാകാശം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഇതിന് അവസരം നിന്ന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് ധനേഷ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന മോഡറേറ്റർമാർ, എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, സന്തോഷം അറിയിക്കുന്നു കുറുപ്പ് സാറ്. അടുത്തതായി ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം. ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഉണ്ട് ഡോക്ടർ ഉണ്ട്. ഉണ്ടോ? നമസ്കാരം. തുടരാം ഡോക്ടറെ. വളരെ ഉള്ളൊരു ദിവസമാണിത്. ലോകത്ത് ഒരുപക്ഷെ എവിടെയും ഇല്ലാത്ത ഒരു ഹോമിയോപ്പതി പ്രവാഹമാണ്. അതും വിരലെണ്ണാവുന്ന വ്യക്തികളുടെ മുൻകൈയിൽ നടക്കുന്നു എന്നുള്ളത് ലോകത്ത് എവിടെയും എല്ലാവർക്കും അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലോകത്ത് എവിടെയും ഇല്ലാത്ത ചില കാര്യങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നുണ്ട്. അത് ഒന്ന്, കേരളത്തിൽ എല്ലായിടത്തും മുക്കിലും മൂലയിലും ഹോമിയോപ്പതി ഉണ്ട്. ഹോമിയോപ്പതിയുടെ അനുഭവങ്ങൾ പറയാൻ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ ശമ്പളം വരുന്നൊരു വലിയൊരു ശൃംഖല ഇവിടെയുണ്ട്. പിന്നെ മറ്റൊന്ന്, ലോകത്ത് എവിടെയും വെറ്റിനറി ഹോമിയോപ്പതി ഈ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല.
പിന്നെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്ത ഒരു സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഹോമിയോപ്പതി വളർന്നു വരുമ്പോൾ ജർമ്മനിയിൽ അടുത്ത കാലത്ത് പോയ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ജർമ്മനിക്കാർ ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ വന്ന് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ സ്ഥാപനങ്ങളെ നിലനിർത്തുക എന്നുള്ളൊരു ദൗത്യം നമ്മുടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. പിന്നെ കർഷകർ ഈ അടുത്തിടയ്ക്ക് ഹോമിയോപ്പതി മരുന്നുകൾ സാധ്യമാണ് എന്നുള്ള രീതിയിൽ ധാരാളം തെളിവുകൾ നിരത്തിയിട്ടുള്ള ഒരു മുന്നേറ്റം നടക്കുന്നുണ്ട്. പക്ഷെ അത് റെക്കഗ്നൈസ്ഡ് ആയിട്ട് അവസ്ഥയിൽ വന്നിട്ടില്ല. കോമ്പൗണ്ട് മെഡിസിൻസ് ആണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. 4 പഠനങ്ങളാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാർഷിക രംഗത്ത് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഹോമിയോപ്പതിയിലും കൃഷിയിലും താല്പര്യമുള്ള ആൾക്കാർ ഒന്നിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം ആവശ്യമാണ്. ഇതെല്ലാം ഏറ്റെടുക്കണമെങ്കിൽ ക്ലിനിക്കിന് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്നും ലോകത്ത് പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും ആ സംഭവിക്കുന്നത് അനുകൂലവും പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കണം. അതായത് ഇത്രയൊക്കെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. അത് ആരൊക്കെയാണെങ്കിലും ഹോമിയോപ്പതി സയന്റിഫിക് ആണെന്ന് നമ്മൾ പറയുമ്പോഴും അത് സയന്റിഫിക് അല്ലെന്ന് എവിടെയോ കേട്ടുകേൾവിയിൽ നിന്ന് കുറച്ചു പേർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയല്ല വേണ്ടത്, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ടീം വർക്ക് നമുക്ക് ഇതിലിട്ടുണ്ടായിട്ടുണ്ട്. ഒത്തിരി വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഹെൽത്തി ആവാനായിട്ടുള്ള ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് ഉപകാരപ്പെടണം. IFPH ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന്, അത് കൊറോണ തന്നൊരു സൗഭാഗ്യമാണ്, വീട്ടിലിരുന്ന് ഹോമിയോപ്പതി പഠിക്കാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് IFPHന്റെ തന്നെ ഒരു യാത്ര, അതായത് കേരള യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നടത്തിയപ്പോൾ പയ്യന്നൂർ ഡോക്ടർ രഞ്ജീവന്റെ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഒരു ചുമന്ന പുസ്തകം എനിക്ക് കിട്ടി. ആ പുസ്തകം ഇങ്ങനെ അട്ടിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്ത് ഡോക്ടറെ ഇങ്ങനെ ഒരേ പുസ്തകം തന്നെ ഒരേ കളറിൽ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, എൻ്റെ അച്ഛൻ 1957 എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകമാണ് എനിക്ക് വലിയൊരു സമ്പാദ്യമായിട്ട് IFPH എന്നൊരു കാര്യം. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും അന്ന് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഡോക്യുമെന്റേഷൻ നിത്യജീവിതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകണം. ഉദാഹരണത്തിന് IFPH ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് അത് എഴുതിയെടുക്കുന്നുണ്ടാവും. പക്ഷെ അതൊരു ഡോക്യുമെന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് ലോകത്ത് പലർക്കും, ഉദാഹരണത്തിന് നമ്മുടെ സിസ്റ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യരിടത്തിൽ 12-ൽ താഴെയുള്ള സിസ്റ്റംസ് ഉള്ളൂ. ഈ സിസ്റ്റം വൈസ് ഈ ഡാറ്റകൾ നമുക്ക് അടക്കാൻ പറ്റും. അതനുസരിച്ച് ആരൊക്കെ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും നമുക്ക് റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റീസിന് ഒരു തുടക്കം എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ക്ലിനിക്കുകളെ ഗവേഷണശാലകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയും ആ ഗവേഷണശാലകളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അവരോട് പറഞ്ഞ് നമുക്കൊന്ന് കൂട്ടായി പ്രവർത്തിക്കാൻ പറ്റണ്ടേ എന്നുള്ള രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്താനുള്ള ഒരു സംഘടിത നീക്കം നമുക്ക് ആവശ്യമാണ്. അത് സാധ്യമാകട്ടെ. ചുണക്കുട്ടികൾ പലരും ഇപ്പോഴും നിശബ്ദരാണ്. ആ ചുണക്കുട്ടികളോട് നമ്മൾ സംസാരിക്കണം. അതുപോലെ പല പുലികളും എലിയെ പേടിച്ചും കൊതുകിനെ പേടിച്ചും വവ്വാലിനെ പേടിച്ചും മാളത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥയുമാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ വലിയൊരു സങ്കടമുള്ള കാര്യം വെച്ചാൽ നമ്മൾ ബഹുമുഖ പ്രതിഭകളാണ്, നമ്മൾ ബഹുകോശ ജീവികളാണ്. പക്ഷെ ഏകകോശ അമീബ നമ്മൾ ആക്രമിക്കാൻ തുടങ്ങി. അതിനുള്ള മരുന്ന് ഇറക്കുമതി ചെയ്യുന്നത് കേരളത്തിലല്ല, കേരളത്തിലെല്ലാം ഉണ്ടാവുന്നുണ്ട്, എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മരുന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മളുടെ സർക്കാർ വകുപ്പിന്റെ കീഴിൽ ഒരു ഫാർമസി ഉണ്ട്, അവർക്ക് ഒരു മരുന്ന് പുറത്തേക്കും കൊടുത്തേക്കുന്നുണ്ട്. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ യോജിപ്പിക്കാൻ പറ്റണം. നമ്മളുടെ സർക്കാർ മേഖലയിലുള്ള എത്ര പേർക്ക് സ്വകാര്യ മേഖല ഡോക്ടർമാരും സ്വകാര്യ മേഖല ഡോക്ടർമാർക്ക് സർക്കാർ മേഖലയും പരസ്പര ബഹുമാനത്തോടെ പരസ്പര പൂരകമായി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ചോദ്യം സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം നമ്മൾ പലപ്പോഴും എന്താ പറയാ, അതെ, അപ്പം ചുരുക്കണം, പൊട്ടക്കളത്തിലെ തവളകളെ പോലെ ജീവിതം ഹോമിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വർക്കുകൾ കൂടുതൽ നടക്കണം. നമ്മൾക്ക് ചുറ്റും ഒരു ലോകമുണ്ട്, അത് ആത്മവിശ്വാസത്തോടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, ഒപ്പം കഠിനമായി വിമർശിക്കുന്നവരുണ്ട്. ഇവർക്ക് രണ്ടിനും ഇടയിൽ നിന്ന് സമചിത്തയോടെ പ്രവർത്തിക്കാനുള്ള നല്ല നാളുകൾ വരട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. നന്ദി, സന്തോഷം അറിയിക്കുന്നു. ഡോക്ടറുടെ വിലപ്പെട്ട വാക്കുകൾക്ക് എല്ലാവരും ബോധവാന്മാരാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അടുത്തതായി ഡോക്ടർ BJ ബിന്ദുരാജ്, നമ്മുടെ മോഡറേറ്റർ കൂടിയായ ബിന്ദുരാജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ് ആശംസകൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ, എനിക്കറിയാം എല്ലാവരും തിരക്കിലാണ്, എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇതൊരു കെടാവിളക്കായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. 4 വർഷമായിട്ട് നമ്മൾ നിരന്തരം എല്ലാ ദിവസവും നമുക്ക് കൂടാനായിട്ട് പറ്റുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു, എല്ലാ തരത്തിലുള്ള ബഹുമുഖ പ്രതിഭകളായ നമ്മുടെ ഡോക്ടർമാർക്ക് വന്ന് ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ പറ്റുന്നു. പക്ഷെ നമുക്ക് തുടക്കത്തിൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഹോമിയോപ്പതി അവതരിപ്പിക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ നമ്മൾ കുറച്ച് ഡോക്ടേഴ്സിനായിട്ട് മാത്രമുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നു എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 ക്ലാസ് എങ്കിലും സാധാരണ ജനങ്ങൾക്ക്, നമ്മുടെ പേഷ്യൻസിന്, നമുക്ക് പരിചയമുള്ള നമ്മുടെ ഹോമിയോപ്പതി സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അക്കാഡമിക് ബ്രില്യൻസ് ഒന്നും ഇല്ലാതുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ക്ലാസ്സുകളും കൂടെ ഉൾപ്പെടുത്താനായിട്ട് നമുക്കാകണം. അതുപോലെ തന്നെ നമുക്ക് മീഡിയ സെല്ല് കുറച്ചും കൂടെ, ഇപ്പം നമ്മളെ പ്രത്യേകിച്ച് പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന തരത്തിൽ വരുന്ന പല പല വാർത്തകൾക്കും മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഇത് IFPHന്റെ പ്ലാനാണ്. അതിപ്പം അതിന്റെ സെല്ലിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ഇഹിയാണ്. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാൻ എന്നെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഉടനെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനകത്ത് നിന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭാവിയുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ്. ഡോക്ടർ പ്രവീൺ പറഞ്ഞ പോലെ നമുക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അപ്പൊ എല്ലാവർക്കും ഇനിയും സംസാരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആശംസിക്കാം. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാം. താങ്ക് യു. ഓക്കെ, സന്തോഷം ബിന്ദുരാജ് ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ഡോക്ടർ CJ വർഗീസ് സാറിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, ഹോമിയോപ്പതി സുഹൃത്തുക്കളായി ഈ വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പൊ ഇന്ന് എനിക്ക് ഈ വേദിയിൽ ഒരു ചെറിയ ആശംസ നേരാനുള്ള അവസരം തന്ന സംഘാടകരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മൾ നേടിയതൊരു ചെറിയ നേട്ടമല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇവിടെ പലരും പറഞ്ഞ പോലെ ഇതൊരു ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഒരു ഘട്ടമാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഹോമിയോപ്പതിയെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എളിയ ശ്രമമാണ്. അത് ഗംഭീരമായിരിക്കുന്നു. അതൊരു ചെറിയ നേട്ടമല്ല നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. അപ്പോൾ ഈ അവസരത്തിൽ ആശംസ നേരുകയാണ് എൻ്റെ ജോലി. ആശംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യങ്ങളല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. നമുക്ക് സുഖമുള്ള കാര്യങ്ങൾ കേൾക്കാൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഞാൻ ഈ വർഷം 50 വർഷം ഹോമിയോപ്പതിയുടെ പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് ഈ വയസ്സായ എനിക്ക് ഒരു ഇളവ് അനുവദിച്ചു തരണം. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഹോമിയോപ്പതിയുടെ തനതായ രീതിയിലല്ല നാം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതെന്ന് സങ്കടത്തോടു കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഡൈനാമിക് സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ മനസ്സിനെ തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തുകയോ രോഗത്തെ ആ രീതിയിൽ കാണുകയോ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്ക് അറിയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. വളരെയധികം മുന്നോട്ട് പോകാനുള്ള കഴിവുള്ള, തനതായ ഇൻഹറൻ്റ് ആയിട്ടുള്ള കഴിവുള്ള നമ്മുടെ ശാസ്ത്രത്തെ അതിൻ്റെ അർഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ഞാനിവിടെ പറയുകയാണ്. അതായത് നമ്മളുടെ വിദ്യാഭ്യാസത്തിന് കുഴപ്പം തന്നെയാണ്. അപ്പോൾ യുവാക്കൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യുവജനങ്ങളായിട്ടുള്ള ഡോക്ടർമാർ രംഗത്തേക്ക് ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ അവർ പലപ്പോഴും അലോപ്പതിയുടെ കാഴ്ചപ്പാടിൽ പഠിച്ചിറങ്ങുന്നവരാണെന്ന് ദുഃഖത്തോടു കൂടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ രോഗത്തിൻ്റെ ദി നോളജ് ഓഫ് ഡിസീസ് നമ്മുടെ ഹാനിമാൻ ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വേണ്ട രീതിയിലല്ല എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരുന്നു. കാരണം എപ്പോഴും ഏത് രോഗം, ഞാൻ ഇന്നിപ്പോൾ തമാശ ഓർക്കുകയാണ്, ഇപ്പോൾ നമുക്ക് പിരപ്പങ്കോട് വൈറസ് ആണ് ഇപ്പോഴത്തെ രോഗം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ സെമിനാർ നടത്തുന്നത് പിരപ്പങ്കോട് വൈറസിന് ഹോമിയോപ്പതി ചികിത്സ ഉണ്ടെന്നാണ്.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പൊ പല തെറ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് തിയറീസും നമ്മളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ ഒരു 80% നമ്മൾ ഒരു രോഗിയെ കാണുന്ന അലോപ്പതിയുടെ ഫ്രെയിംവർക്കിൽ തന്നെയാണ്. അത് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത് മനസ്സിലാകത്തില്ല. ഞാൻ കുറച്ച് മാറി ചിന്തിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവത്തിൽ ചിന്തിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ ദിവസം. കാരണം വലിയ വലിയ കാര്യങ്ങൾ പറയേണ്ടതല്ല, എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിൻ്റെ മാത്രം പോരാ, അതിനും അപ്പുറം, അതായത് നമ്മൾ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ആത്മീയതയും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മനുഷ്യനെ ശാരീരം മാത്രമായിട്ട് കാണുന്ന അലോപ്പതി ചികിത്സാ രീതി നമ്മളോട് രോഗത്തിന്റെ അറിവിനെ കുറിച്ച് അല്ലെങ്കിൽ നോളജ് ഓഫ് ഡിസീസിനെ കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളോട് അത് തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിന് പറ്റുന്ന മരുന്ന് നമ്മൾക്കുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ഹോമിയോപ്പതിയുടെ പ്രചാരം നടത്തുന്നത്. അപ്പോൾ IFPHന്റെ ദൗത്യമായിട്ടുള്ള പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ഒരു വലിയ ഉത്കൃഷ്ടമായ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഓർക്കേണ്ടത് ഒരു നമ്മുടെ സമീപനത്തിൽ തന്നെയുള്ള ഒരു വ്യത്യാസമാണ്. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. അതായത് വലിയൊരു സുനാമി പോലെ നമുക്കെതിരായിട്ടും ഈ ലോകത്തിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും സംസ്കാരത്തിനും ആരോഗ്യത്തിനും ഒക്കെ വിഘാതമായിട്ട് വരുന്ന ഒരു സുനാമി പോലെ വരുന്ന അലോപ്പതിയെ ചെറുത്ത് നിൽക്കാൻ നമ്മൾ തൽക്കാലം ഇങ്ങനെ കൈപിടിച്ച് നിന്നാൽ ഒരു രക്ഷയില്ല. നമുക്ക് വേണ്ടത് എംപവർ അവേഴ്സെൽഫ്. അപ്പൊ നമ്മുടെ ശക്തി കണ്ടുപിടിച്ച് അതിനെ ഉത്തേജിപ്പിച്ച് അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പ്രതിരോധം നടത്തണം. അത് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനല്ല. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മുടെ എനർജി മുഴുവനും ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല, ശരിയായ രീതിയിലുള്ള എംപവർമെന്റ് കൊണ്ട് നമ്മൾ ഒഫൻസീവായിട്ട് തന്നെ പോകണം. കാരണം ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശാസ്ത്രം അത് നമ്മുടേത് തന്നെയാണ്. പക്ഷെ അത് ശരിയായ രീതിയിലല്ല പോകുന്നതെങ്കിൽ അതിനൊരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് കൂടി ഈ IFPH അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ 4ാം വാർഷിക ആഘോഷത്തിന്റെ ആശംസകളും അനുമോദനങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇതിന്റെ തുടക്കക്കാരായവരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ സേഠ് സാറിന്റെ ടീം എല്ലാവരും, ഞാൻ പേര് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അതുപോലെ ഈ സെമിനാറുകൾ, അതിനാണല്ലോ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഈ വെബിനാറുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായുള്ള ഡോക്ടർ തനീഷിനെയും അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സന്തോഷവും നന്ദി അറിയിക്കുന്നു ഡോക്ടറെ. എന്തായാലും ഡോക്ടർ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് IFPHലെ അമ്മ കൂടിയായ ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡത്തിനെ ക്ഷണിക്കും. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓ ശരിയായി, ശരി, ഓക്കെ. ഈ വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 1460 ദിവസം തികയുമ്പോൾ ഇതൊരു അനുഷ്ഠാനമായി തന്നെ കരുതുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ആദരിക്കുകയാണ്. നാം എല്ലാവരും ഒരുമിച്ചെത്തിയ ഈ വിജയം ഹോമിയോപ്പതിയുടെ ഭാവി വളർച്ചയുടെ മാർഗനിർദ്ദേശമായി തീരട്ടെ. ഹോമിയോപ്പതിയുടെ താത്വികവും ശാസ്ത്രീയവുമായ സിദ്ധാന്തങ്ങളും പങ്കുവയ്ക്കുന്നതിനൊപ്പം ലോകമെമ്പാടുമുള്ള വിദഗ്ധരുടെ അറിവും അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കാൻ ഈ വെബിനാറുകൾ കരുത്തുറ്റ വേദിയായി മാറിയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ സെഷനും ഒരു പുതിയ വിജ്ഞാനം, ഒരു പുതിയ അറിവാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ വേളയിൽ ഈ ഫോറത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും സംയോജിപ്പിച്ച എല്ലാ വിദഗ്ധർക്കും അനവധിയായ സമയവും പരിശ്രമവും അർപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കും. ഹോമിയോപ്പതിയുടെ നിത്യഹരിതമായ സന്ദേശം കൂടുതൽ പ്രബലമായി വളരട്ടെ. ഈ വേദിയിൽ ഞാൻ നമ്മുടെ CJയെ കണ്ടപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞങ്ങളൊരു CJയുടെ മായാസം പഠിക്കാൻ ഞാനും രമയും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു 10 മാസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ണൂർ വരെ പോകുമായിരുന്നു. ഇന്ന് ഈ വേദിയിൽ മായാസമുണ്ട്, വെറ്ററിനറി മെഡിക്കൽ ഉണ്ട്, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഉണ്ട്. നമ്മുടെ അറിവുകളും നമ്മുടെ സംശയങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കാനുള്ള വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഇതെല്ലാം അനുഭവിക്കാൻ, ഇതെല്ലാം അവൈൽ ചെയ്യണമെന്ന് മാത്രം ഇതിന്റെ ഓരോരുത്തരോടും ഞാൻ താഴ്മയായി
അഭ്യർത്ഥിക്കുന്നു. ഹോമിയോപ്പതി, ജയ് ഹോമിയോപ്പതി, ജയ് ഹനുമാൻ. ഇതിന് ഒന്നുകൂടെ പറയുവാണ്, ഈ ഡിവൈസിനും ഈ ടെക്നോളജിക്കും കൂടെ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ഓക്കെ. വളരെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ശാന്താചന്ദ്രൻ മാഡം. മാഡം പറഞ്ഞ പോലെ ഒരുപാട് വിദഗ്ധര് ഉണ്ടെന്ന് മാഡം പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് വരുന്ന ഒരു വിദഗ്ധനായ മധുസൂദന പണിക്കർ സാറിനെയാണ് അടുത്തത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. അൺമ്യൂട്ട് ചെയ്തേ സാറേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ശരി. ശരിയായോ? കേക്കാവോ? കേക്കാം. എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിരിക്കുവായിരുന്നു. ഏതായാലും വലിയൊരു സംഭവമാണ്. ഗിന്നസ് ബുക്കിൽ ചേർക്കേണ്ടതാണ് നമ്മുടെ ഈ സംരംഭം. ഇതിന്റെ പിന്നിലുള്ള എഫർട്ട്, ഹോമിയോപ്പതിയോടുള്ള സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളിലേക്ക് നയിക്കുന്നതെന്നറിയാം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വളരെ കാര്യമായിട്ട് ഈ പ്രായത്തിലും വീണ്ടും വീണ്ടും പഠിച്ചിട്ട് കുറച്ചുകൂടെ പ്യൂരിറ്റിയോടുകൂടി ക്ലാസ് ഒക്കെ എടുക്കാനുള്ള ഒരു പ്രചോദനം. ഒത്തിരി ആളുകൾക്ക്, ഒത്തിരി ജൂനിയർ ഡോക്ടർമാർക്ക് ഈ വേദി വരാനും അവരുടെ അഭിപ്രായങ്ങൾ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ജനറൽ അപ്രൂവൽ കിട്ടുന്നുണ്ട്. നിങ്ങളിലുള്ള വലിയ ഒരു നന്മ ഹോമിയോപ്പതിയുടെ നന്മ തന്നെയാണ്. കാര്യം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും കുറക്കുന്നില്ല. തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും എല്ലാവർക്കും 45-50 മിനിറ്റ് മാത്രം. അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കഴിവാണ് അഡ്മിനിസ്ട്രേഷനിൽ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒന്നിച്ച് ഇത്രയും പേരൊക്കെ പങ്കെടുക്കുന്ന നടക്കുന്നത്. എല്ലാ ആശംസകളും. ഇനി ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ കേൾക്കണമെന്ന് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഒരു ടെലിഫോൺ കോൾ മാത്രം മതി. ഞങ്ങൾ തീർച്ചയായിട്ടും വരും. ഇത് വിജയിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇന്ന് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രമുഖരും സാമ്പത്തിക വിദഗ്ധരും എല്ലാവരും അവരുടെ രഹസ്യമായിട്ട് ഹോമിയോപ്പതി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സമൂഹത്തിലെ വലിയ ഒരു സമ്മർദ്ദം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ടാണ് അവര് ചിലപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളോട് മൗനം ദീക്ഷിക്കുന്നത്, ഇല്ലെങ്കിൽ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യാത്തത്. ഇപ്പൊ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചെറുപ്പകാലം തൊട്ട് ഹോമിയോപ്പതിയാണ്. അത് വലിയൊരു അപ്രൂവല. ഹോമിയോപ്പതിയുടെ നന്മകളാണ് അവർ പറയുന്നത്. ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഒത്തിരി വലിയ ആളുകളും ഈവൻ നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിലൊക്കെ ഉള്ള വലിയ ഉന്നതരായ മന്ത്രിമാര്, ഗവർണർമാരും ഒക്കെ, വൈസ് പ്രസിഡന്റുമാരും ഒക്കെ കൽക്കട്ടയിലൊക്കെയുള്ള വലിയ ഹോമിയോ ഡോക്ടർമാരുടെ ചികിത്സയിൽ തന്നെ. അത് നമുക്ക് വലിയൊരു പ്രതീക്ഷയും നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ മക്കളെ ഹോമിയോപ്പതിയിലൂടെ വിടാനൊക്കെ ഉള്ള ഒരു ആത്മധൈര്യവും പ്രയറും ഒക്കെ നമുക്കുള്ളത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സിസ്റ്റം നല്ലതാണ്. നമ്മളുടെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർമാര് വർക്ക് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. എല്ലാവർക്കും കഴിയാവുന്ന വിധത്തിൽ നമ്മൾ വർക്ക് ചെയ്യാത്തതിന്റെ ദോഷമാണ് ഹോമിയോപ്പതി. അതുകൊണ്ട് ഇത് സുതാര്യമായ, സത്യസന്ധമായ, നന്മയുള്ള ഒരു ഡിവൈൻ സിസ്റ്റം ആണ് ഹോമിയോപ്പതി. അത് ഒരിക്കലും നശിക്കത്തില്ല. അതിന്റെ നന്മകൾ വാഴ്ത്തപ്പെടും, നമ്മളും ഒക്കെ വാഴ്ത്തപ്പെടും. ഹോമിയോപ്പതി ജയിക്കട്ടെ. ഹനുമാന്റെ നന്മ നമ്മൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. ആ പാതാരബന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ നമസ്കാരം. ഇതെന്നെ വിളിച്ചതിന് നന്ദി. സംഘാടകരുടെ പ്രയത്നത്തിനും എഫർട്ടിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. സന്തോഷം സാറേ. തീർച്ചയായിട്ടും ഇനിയും ഫോൺ കോളുകൾ വരും. സാറിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. ഓക്കെ. അടുത്തത് തിരുവനന്തപുരത്തിന്റെ പുഷ്പമായിട്ടുള്ള എഹിയ ഡോക്ടർ സ്വാഗത പ്രസംഗത്തെ എങ്ങനെയാണ് പറഞ്ഞത്? തിരുവനന്തപുരത്തിന്റെ പുഷ്പമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി മാഡത്തിനെയാണ് അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നത്. കാണുന്നില്ലല്ലോ. കേൾക്കണുണ്ടോ? കേക്കുന്നു. എന്തായാലും പുഷ്പമാണ് കേട്ടാ. എന്തോ തിരുവനന്തപുരത്തിന്റെ പുഷ്പം. എന്തായാലും ഈ ഒരു സംരംഭത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാക്കാൻ കഴിഞ്ഞതിലുള്ള വളരെയധികം സന്തോഷത്തോടുകൂടി ഞാനിവിടെ പറയട്ടെ. എന്തെല്ലാം പുകഴ്ത്തലുകളാണ് കേൾക്കുന്നത്. അത്രയ്ക്കൊന്നും ഉണ്ടെന്നൊന്നും യാതൊരു വിധമായിട്ടുള്ള ഒരു തോന്നലും ഇല്ല. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ
1460 ദിവസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ തുടങ്ങുമ്പോൾ 40 വർഷം എന്ന് പറഞ്ഞത് ഇപ്പൊ 44 വർഷമായി. ഇങ്ങനെ വർഷങ്ങൾ നമുക്ക് കൂടുതൽ പോകുന്തോറും നമ്മളുടെ അറിവുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വർദ്ധിക്കാനായിട്ടുണ്ടായ ഒരു വേദി. അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് എന്ത് പറ്റും എന്നുള്ളത് പലരിലൂടെയും പുറത്തേക്ക് അറിയിക്കാൻ പറ്റിയ ഒരു വേദി. ഈ വേദിയുടെയൊക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷത്തോടു കൂടി അതിന്റെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് ഞാൻ ഇരിക്കട്ടെ. പിന്നെ നമ്മളുടെ ഈ സംഘടന എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പല സ്ഥലത്തും നമ്മളുടെ തന്നെ അംഗീകൃത സംഘടനകളൊക്കെ എതിർത്തെങ്കിലും ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇത് ഹോമിയോപ്പതി സ്നേഹികൾ ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ മുന്നേറാൻ പറ്റിയത് തന്നെ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസവും കൂടെ അല്ലേ ഇന്നത്തെ ദിവസം. നമ്മുടെ ഈ ദിവസത്തിൽ ഒരു 2 വാക്ക് പറയാൻ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്കെല്ലാം എന്റെ സന്തോഷവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടി വരുന്ന ഒരു അവസരം കൂടി ആണ് ഇത്. അപ്പം ഈ അവസരത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. എന്ത് വന്നാലും നമ്മൾ ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും എന്റെ നട്ടല്ലായ ഡോക്ടർ ധനീഷ്, മഹേഷ്, മനോജ്, അതിനേക്കാളൊക്കെ നമ്മുടെ സ്നേഹിയായ ഡോക്ടറല്ല കരൺചന്ദ്, ജിതി മനോജ്, ഇവർക്കെല്ലാം എന്റെ നന്ദി വളരെയധികം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും നമ്മുടെ ISPH ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വളരെ സന്തോഷം ഭാഗ്യലക്ഷ്മി മാഡം. അടുത്തതായി മാഡത്തിന്റെ വാക്കുകളിൽ തന്നെ വന്നു, ഹോമിയോപ്പതി സ്നേഹികളാണ് നമുക്ക് വളരെ പ്രധാനം. അതിലെ പ്രധാനിയായിട്ടുള്ള നമ്മുടെ ഒരു ഹോമിയോപ്പതി സ്നേഹിയായിട്ടുള്ള ഡോക്ടർ ശ്രീ പരീത് ബാവഖാൻ സാറിനെയാണ് അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നത്. അദ്ദേഹം റൂറൽ ഡെവലപ്മെന്റിന്റെ അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണർ, ഡയറക്ടർ എന്നീ തസ്തികകളിലെല്ലാം ജോലി ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. കേൾക്കാം സാർ. താങ്ക് യു. IFPHന്റെ 1460 ദിവസം പൂർത്തീകരിക്കുന്ന സംതൃപ്തിയുടെയും അഭിമാനത്തിന്റെയും ഈ നിമിഷത്തില് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വളരെ സന്തോഷം സാറ് 2 മിനിറ്റ് ഉള്ളത് 1 മിനിറ്റിൽ തീർത്തതിൽ വളരെയധികം സന്തോഷം. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഹരിഹരൻ സാറിനെയാണ് ക്ഷണിക്കുന്നത്. ഹരിഹരൻ സാർ എല്ലാ ദിവസവും നമ്മളോടൊപ്പം ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തുകയും നമുക്ക് വേണ്ടുന്ന അറിവുകളെല്ലാം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കും. ഇതുവരെ ഉണ്ടായിരുന്നല്ലേ? ഇല്ലേ? അല്ലെ, ഇനി സാറ് വരുമ്പോ നമുക്ക് വിളിക്കാം. അടുത്തത് ഡോക്ടർ കുര്യൻ കുരുവിള സാറാണ്. അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കും. നെറ്റ് കിട്ടുന്നില്ല. ആർക്കാണ്? കുര്യൻ കുരുവിള സാറിനാണോ? നെറ്റ് പോയിരിക്കുക ആണോ? എന്നാ പിന്നെ അടുത്തത് KS പ്രസാദ് സാറാണ്. നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്. ഒരു പരിഭവം ഉണ്ട്, ഈയിടെ നമുക്ക് ക്ലാസ് കൊടുക്കാനായിട്ട് വരുന്നില്ല. അപ്പൊ ഇനി ക്ലാസ് ഒക്കെ എടുക്കാൻ സാർ ഇനിയും വരണം എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. നമസ്കാരം. നമസ്കാരം. ക്ഷമിക്കണം ഡോക്ടറെ, ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ പ്രായമായി വരുന്നു, ഓടിയെത്താൻ പറ്റുന്നില്ല. ഇപ്പൊ IHPHയുടെ ക്ലാസ് കഴിഞ്ഞ് വന്നു, ENT ക്ലാസ് കഴിഞ്ഞ് വന്നു, കയറി ഓടി ധനേഷ് ഡോക്ടർ പറയുമ്പോ
ഓടിയെത്താതിരിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും ഹോമിയോപ്പതി IFPH കാണിക്കുന്ന ഈ ദൗത്യം 1460 ദിവസം ഈ ധനേഷ് ഡോക്ടറും മനോജ് ഡോക്ടറും എല്ലാം സേട്ട് സാർ കൊടുത്തയച്ച ശീഘ്രം വേണ്ടി ഇപ്പോഴും നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ സ്നേഹിക്കുക നമിക്കുക എന്നറിയില്ല. ഇതൊക്കെ ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് 4 വർഷം മുടങ്ങാതെ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ഇതിന്റെ പിന്നിലുള്ള അവരോട് എങ്ങനെ നന്ദി പറയണമെന്നും ഏത് രീതിയിൽ നന്ദി പറയണമെന്ന് ഒരു ചെറിയ എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ അറിയില്ല. ഏതായാലും ഹോമിയോപ്പതിയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഓരോ ഊർജത്തിനും ചെറിയ വക്താവെന്ന രീതിയിൽ എല്ലാവിധ ആശംസകളും ഞാനിവിടെ സമർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. സന്തോഷം. സാറിനെ കണ്ടതിലും 2 വാക്ക് സംസാരിക്കുന്നതിനായി പ്ലാറ്റ്ഫോമിൽ വന്നതിനും വളരെ സന്തോഷം അറിയിക്കുന്നു. അടുത്തതായി ഹോമിയോപ്പതിയുടെ കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് അൻസാർ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അൻസാർ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. അങ്ങോട്ടേ ഉണ്ടല്ലോ ഡോക്ടർ ഉണ്ട്. കേട്ടില്ലേ? ഹലോ, കേൾക്കാം. ഗുഡ് ഈവനിങ്. ഞാൻ പ്രസാദ് ഡോക്ടറും ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നേ ഉള്ളൂ. അപ്പൊ പ്രസാദ് ഡോക്ടർ ഓർമ്മയില്ലായിരുന്നില്ല ഡോക്ടർക്ക്. ഞാനാണ് പറഞ്ഞു വിട്ടത് IFPH ഇങ്ങനെ ഒരു സംഭവം ഏറ്റിട്ടുണ്ട്, എന്നിട്ട് എന്താ ഇവിടെ ചോദിച്ചു. അപ്പൊ ഓടിയതാണ്. അക്കാര്യം പുള്ളി മറന്നുപോയി എന്നോട് പറയാം. എനിവേ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് അതിയായ സന്തോഷം, അതിയായ നന്ദിയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ IFPH ഫോം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത്രയും വിചാരിച്ചു കാണില്ല ഇത് 4 കൊല്ലമൊക്കെ നിലനിൽക്കും, അല്ലെങ്കിൽ 4 കൊല്ലം ഇങ്ങനെ ഒരു പ്രോഗ്രാം, അതായത് ഒരു സംഘടന നിലനിൽക്കുന്നതല്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം മുടങ്ങാതെ കൊണ്ടു നടക്കാനുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവര് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നു. മാത്രമല്ല അതിന് ഇടയ്ക്കൊക്കെ ഓരോ ചാൻസ് തന്ന് എന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും കാണിക്കുന്ന ആ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും പറയുകയാണ്. കൂടാതെ ഒരു ഒറ്റ നിർദ്ദേശം, പൊതുജനങ്ങൾക്കായി ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിസീസിന്റെ പേര് പറഞ്ഞ് തന്നെ നമുക്ക് ഹോമിയോപ്പതിയെ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണ എപ്പോഴും എല്ലാവരിലും ഉണ്ടാവണം. കാരണം പൊതുജനങ്ങളുടെ അടുത്ത് നമ്മൾ ശാസ്ത്രീയമായി പറഞ്ഞിട്ട് കാര്യമില്ല. അവരെപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുന്നത് ഓരോ അസുഖത്തിനും മരുന്നുണ്ടോ, ഓരോ അസുഖം എങ്ങനെ ചികിത്സിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അക്കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക്സ് ഫോർ ഓൾ. താങ്ക് യു. സന്തോഷം അൻസാർ ഡോക്ടറെ എന്തായാലും 2 വാക്ക് സംസാരിക്കാനായി ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയതിന്. അടുത്തതായി ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ശ്രീ വേലപ്പൻ പിള്ള സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എത്തിയിട്ടില്ല. നമുക്ക് അബ്ദുൽ സലാം സാറിനെ വിളിക്കാം. അബ്ദുൽ സലാം സാർ. ഓക്കെ. അപ്പോഴ് വേലപ്പൻ പിള്ള സാറ് വന്നിട്ടില്ല. ആ സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന മിക്കവാറും ദിവസം സാറിന്റെ വീഡിയോ കാണാം. അബ്ദുൽ സലാം സാറിനെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. 4ാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും അതിന് ഉത്തേജനം നൽകുന്ന ഹോമിയോപ്പതി ലവേഴ്സ് ആൻഡ് ഡോക്ടേഴ്സിനും, അതുപോലെ തന്നെ ഇത്രയും നാൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇത് കൊണ്ട് നടക്കുന്ന, പ്രത്യേകം ഞാൻ ഒരാളെ മാത്രമേ പേര് പറയുന്നു, ഡോക്ടർ ധനേഷ് ഡോക്ടർ, അദ്ദേഹത്തിനും എൻ്റെ എല്ലാ ആശംസകളും. IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും നമ്മുടെ എല്ലാ വെൽവിഷേഴ്സിനും പ്രത്യേകം ആശംസ നേരുന്നു. താങ്ക്സ്. സന്തോഷം അബ്ദുൽ സലാം സാറ് 2 വാക്ക് സംസാരിച്ചതിൽ. അടുത്തത് നമ്മുടെ എന്നും സൂം പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ടുള്ള ഡോക്ടർ സലീം കുമാർ ഡോക്ടറാണ്. ഡോക്ടറെ 2 വാക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും.
ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ, മ്യൂട്ടാണ്. ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ. ആ ശരി. ഇതിന്റെ സൃഷ്ടികർത്താക്കൾക്കും സാരഥികൾക്കും എൻ്റെ അനുമോദനം അർഹിക്കുന്നു. അങ്ങനെ 4 വർഷമായിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കുന്ന ലോകത്ത് തന്നെ ഒരു ആദ്യത്തെ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പ്രതിസന്ധിയുടെ സൃഷ്ടിയാണ് IFPH. നത്തിങ് ഈസ് നെഗറ്റീവ് എന്ന തത്വം ഊട്ടിയുറപ്പിക്കുന്നതാണ് കൊറോണ കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് IFPHന്റെ പിറവി. എന്തെങ്കിലും ഭാവിയിൽ ആരെങ്കിലും ഹോമിയോപ്പതിയുടെ ചരിത്രങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട അധ്യായമായി മാറും ഈ സൂം പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഈ പബ്ലിക് ഹെൽത്ത് ബില്ലിന്റെ ആവിർഭാവത്തോട് നമ്മളിൽ അത് വീണ്ടും ഒരു ഉണർവുണ്ടാക്കി. പക്ഷെ അടുത്ത കാലത്ത് നമ്മളിൽ അല്പം ഊർജം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. എങ്കിലും നമ്മൾക്ക് വീണ്ടും ഉണരേണ്ട ചില സന്ദർഭങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ശ്രദ്ധ അതിലേക്കൊന്നും പോകാതിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ഇപ്പോൾ നാടെങ്ങും ഡെങ്കിപ്പനി പരക്കുന്നുണ്ട്. ഈ ഡെങ്കിപ്പനിക്ക് മേധാവിത്വ വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നത് പാരസിറ്റമോളാണ്. കരളിനെ ബാധിക്കുന്ന ഒരു രോഗമായ ഡെങ്കി ഫീവറിന് കരളിനെ തന്നെ ബാധിക്കുന്ന കരളിനെ ദോഷകരമാക്കുന്ന പാരസിറ്റമോൾ മരുന്നാക്കി കൊടുക്കുന്നു. ഇതിനൊക്കെ എതിരായി ജനങ്ങളിലേക്ക് ഉദ്ബോധനം കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കില്ലേ? അല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നമ്മുടെ CJ പറഞ്ഞതുപോലെ നമ്മളും ഇവിടെ ഒരു അറ്റാക്കിംഗ് ഗെയിം കളിക്കേണ്ട സമയമായില്ലേ? ഇതൊക്കെ ജനത്തിന് ഈ വക ദുരനുഭവങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമ്മൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? അത്തരം രീതിയിലൂടെയുള്ള ചിന്തകൾ കൂടി IFPHനുണ്ടാവട്ടെ എന്നും ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഇതിന്റെ ഭാരവാഹികൾ കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും, ധനീഷ് ഡോക്ടർക്കും മനോജ് ഡോക്ടർക്കും എല്ലാവർക്കും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി സലീം കുമാർ ഡോക്ടറെ. എല്ലാവരും ഇനി ഇത്തിരി കൂടെ സജീവമായി രംഗത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് IFPHന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ശ്രീമതി ജിതി മനോജിനെ ക്ഷണിക്കുകയാണ്. ഉണ്ടോ? വീഡിയോ ഓൺ ചെയ്ത് കണ്ടില്ലെന്ന്. ഉണ്ടല്ലോ, ഉണ്ട്. ഉണ്ടോ? ശ്രീമതി ജിതി മനോജ് ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി ജിതി മനോജിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പം താങ്ക് യു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ആദ്യം തന്നെ നന്ദി പറയണം. കേൾക്കാലോ അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ശരിക്കും നമ്മൾ ഓർക്കുമ്പം കോവിഡ് കഴിഞ്ഞിട്ട് കുറെ കാലമായി. പക്ഷെ IFPHന്റെ നമ്മൾ ഈ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയ പോലെ നമുക്ക് തോന്നുന്നു. 4 വർഷം പിന്നിട്ടു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഇപ്പം പറയുമ്പോഴാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കഴിഞ്ഞില്ല, ഇന്നലത്തെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പം പലരും പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അത്രയും പ്രയോജനപ്പെടുന്നുണ്ട് ഓരോ ആൾക്കാർക്കും. അതേപോലെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ അവതരിപ്പിക്കാം എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് തീരുമാനിക്കണം. ഇനിയും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം വെബിനാറിൽ തന്നെ പല പല ഗസ്റ്റിനെ കൊണ്ടുവരാനാണേലും പല പല ഐഡിയാസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം, സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യണം. അതപ്പം നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നാളെ മുതൽ എല്ലാവരുടെയും ഐഡിയാസ് നമുക്ക് പറയാം, ഈ ഗ്രൂപ്പുകളിലും എല്ലാം ഷെയർ ചെയ്യാം. അപ്പൊ അത് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ 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 കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിനെല്ലാവരും വരണം. അതിനോടൊപ്പം തന്നെ ഇതിലുള്ള എല്ലാവർക്കും ക്ലാസ്സുകൾ എടുക്കാം. ചില ആൾക്കാർ സമയമുണ്ടെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ചെയ്യാനും എല്ലാവർക്കും അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഇത് ഓപ്പൺ ആണ്. അപ്പം എല്ലാവർക്കും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ബിലാല് തുടങ്ങി അതിന് അന്ന് നമ്മൾ സൂം തുടങ്ങാനൊക്കെ സഹായിച്ചതവരൊക്കെയാണ്. അജ്മല്, കുറെ പേരുണ്ട്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരുടെയും എഫേർട്ടാണ് ഇത് ഇത്രയും സക്സസ് ആവാൻ കാരണം. അപ്പൊ അതിലെ ഓരോ ആൾക്കാർക്കും പേരെടുത്ത് പറയാനാണ് ഒരുപാടുണ്ട്. അതിലെ ഓരോ വ്യക്തികൾക്കും അവർ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും ഓരോ നല്ല നല്ല കാര്യങ്ങൾക്കും താങ്ക് യു. അതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ഇന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നതും എല്ലാം. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമുക്കും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. നന്ദി ജിതി മാഡം.
അപ്പോഴേ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ മോഡറേറ്റ് ചെയ്യാനും ക്ലാസ് എടുക്കാനും ഒക്കെ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മുങ്ങായിരുന്നു. അപ്പൊ ആരെങ്കിലുമൊക്കെ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അടുത്തതായി IFPHന്റെ മോഡറേറ്ററും ഈ പ്രോഗ്രാം എല്ലാം വിശേഷാൽ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നതിന് മുമ്പിട്ട് നിൽക്കുന്ന ഡോക്ടർ മനോജിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നന്ദി ഷൈൽ ഡോക്ടർ. ഇന്നത്തെ പരിപാടി എന്തുകൊണ്ട് വിജയമായിരുന്നു? പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ തോന്നിയത്. ഒന്ന്, ഡോക്ടർ ഖുറാനയുടെ പ്രസംഗം. അതിനകത്ത് പറയുകയുണ്ടായി 1 വർഷം 10 ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിൽ തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 282 കോളേജുകൾ ഉണ്ടെന്നും 3,30,000 ഡോക്ടർമാരുണ്ടെന്നും അതുപോലെ തന്നെ വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ ഒരു അവസരം ഉണ്ടെന്നും ഇത് വളരെ എൻകറേജിങ് ആയ. കാരണം IFPH തുടങ്ങിയ സമയത്ത് ശ്രീലങ്കയിലെ ഡോക്ടർമാർ പറഞ്ഞാണ് അവർക്ക് പഠിക്കാൻ അവസരമില്ലല്ലോ എന്നുള്ളത്. നമുക്ക് അങ്ങനെ അവസരം പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് യഹിയ ഡോക്ടറുടെ പ്രസംഗം വളരെ നന്നായിരുന്നു. കാരണം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് യഹിയ ആ കറക്റ്റ് അത് മന്ത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി കാർഷിക രംഗത്ത് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ഉണ്ടെന്നുള്ളതിനെ പറഞ്ഞു. നമ്മുടെ ആദരണീയനായ ലത്തീഫ് സാറിന്റെ ആത്മാവിന് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നതായിരിക്കും എന്ന് ഓർമ്മിക്കുന്നു. എന്തായാലും അതുപോലെ ഈ പരിപാടി ഇത്ര ഭംഗിയായിട്ട് നടത്താൻ ധനേഷ് ഡോക്ടറെ നമ്മൾ നമിച്ചേ പറ്റൂ. നന്ദി പറയാൻ നമിക്കുകയാണ്. എന്റെ മഹാമനുഷ്യൻ ധനേഷ് ഡോക്ടർ, ആർക്കും പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. 4 വർഷം. അതുപോലെ അബ്ദുൽ സലാം സാർ, തീർച്ചയായിട്ടും എന്തൊരു ആത്മാർത്ഥയാണ് സാർ. എത്രയോ ഗസ്റ്റുകളാണ് ഇപ്പൊ IHK ഒരു സെമിനാറിന് ഇപ്പം അബ്ദുൽ സലാം സാറിന്റെ കേരളം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ധാരാളം പേര് ചെയ്യുന്നുണ്ട്. പരീസ് സാറ്, ഒരുപാട് പേര്, വേൽപ്പ സാർ, അങ്ങനെ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്കും IFPHന് ആശംസകൾ. ഈ പറഞ്ഞ പോലെ പുതിയ വേർഷനിലേക്ക് പോകുന്നുണ്ട്. ആയുർവേദത്തിന് ഇൻഡക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. CSR ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഭാരതീയ ന്യായ സംഹിത പുതിയ നിയമങ്ങൾ മാറിയപ്പോൾ ഹോമിയോപ്പതി രംഗത്തെ അല്ലെങ്കിൽ ചികിത്സാ രംഗത്തെ എങ്ങനെ ബാധിക്കും ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ തന്നെ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. നന്ദി മനോജ് ഡോക്ടറെ. അടുത്ത ഇനി ആരെങ്കിലും വിളിച്ച ഗസ്റ്റുകൾ ആരെങ്കിലും വിളിച്ച സമയത്ത് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഇപ്പോ പ്രസന്റ് ആണെങ്കിൽ ആശംസകൾ പറയാം. ജയലളിത ഡോക്ടറെയും ബാബുര ഡോക്ടറെ ഒന്ന് വിളിക്കാം. മീഡിയം ഒന്നാക്കിയിരിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ. ജയലളിത ഡോക്ടർ ഉണ്ടോ? ജയലളിത ഡോക്ടറെ 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സന്തോഷം എന്നെ വിളിച്ചതിൽ. എന്തായാലും 4 വർഷമായിട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോണേൽ സന്തോഷമാണ്. ഒരു സംഘടനയിലായാലും ഒരു ഇതിലായാലും ഇത്രമാത്രം മുന്നോട്ട് പോയേക്കണ ചരിത്രം കേട്ടിട്ടേ ഇല്ല. ഇതിപ്പോ ഇത്രയും 4 വർഷം എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൺഗ്രാചുലേഷൻസ്. ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഏറ്റവും എടുത്ത് പറയണമെങ്കിൽ തന്നെ ധനേഷ് ഡോക്ടറെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഡോക്ടേഴ്സും ഇതില് ഭാഗ്യലക്ഷ്മി ഡോക്ടർ, മണിരത്നങ്ങളായ ഭാഗ്യലക്ഷ്മി ഡോക്ടർ, അമ്പാടി ഡോക്ടർ, ശാന്താചന്ദ്രൻ ഡോക്ടർ, എല്ലാവരെയും ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഓക്കെ, നന്ദി ജയലളിത ഡോക്ടറെ. അടുത്തത് ഇനി ആര്? ധനേഷ് ഡോക്ടറെ പറഞ്ഞു. ബാബു ഡോക്ടറെ. അതെ, ജയചന്ദ്രൻ ബാബു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ജയചന്ദ്രൻ അൺമ്യൂട്ട് ചെയ്യും. ജയചന്ദ്ര ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ജയചന്ദ്ര ബാബു. ജയചന്ദ്ര ബാബു ആണ്. 1460 പിറന്നാൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ 4 വർഷം പിന്നിട്ട നമ്മളെ സൂം മീറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രതിഭാസം ലോകത്ത് മറ്റെങ്ങും കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ അതിൻ്റെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ മണ്ണിനും മനുഷ്യനും ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്വാഗതാർഹമായ ഒരു കൃത്യമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് നന്നായാൽ മനുഷ്യൻ നന്നാവും. ആ മണ്ണിനെ നന്നാക്കുന്നതിന് നമ്മൾ ആവശ്യമാകുന്ന പ്രക്രിയകൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ ചെയ്ത മനുഷ്യൻ്റെ ശരീരം നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് ഹോമിയോപ്പതി പുറകിൽ നിന്ന് സഹായിക്കാൻ എല്ലാവരും
ഒരുപോലെ നിന്നാൽ എല്ലാ രോഗങ്ങളെയും തുടച്ചു മാറ്റാം എന്ന് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഈ സൂം മീറ്റിങ്ങിൻ്റെ 4ാം വാർഷികം നല്ല രീതിയിൽ നടത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ബാബു ഡോക്ടറെ. ഇനി ജയചന്ദ്രൻ ഡോക്ടറോട് ഒന്ന് സംസാരിക്കാം. ജയചന്ദ്രൻ ഡോക്ടറെ കൂടി ക്ഷണിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. IFPHന്റെ തുടക്കകാലം മുതൽ ഇതില് ദിവസവും അറ്റൻഡ് ചെയ്യുകയും ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഈ IFPHന്റെ ഈ തുടക്കത്തിൽ മുതൽ കേൾക്കുന്ന എനിക്ക് വളരെ ഗുണപ്രദം. നമ്മൾ കോളേജിൽ പഠിച്ചത് അല്ലാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഡെയിലി പ്രാക്ടീസിന് വേണ്ടി ഉതകുന്ന ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നമുക്ക് ഈ IFPHന്റെ മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങേയറ്റം ഉറക്കമൊഴിഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ള ധനേഷ് ഡോക്ടർ, പിന്നെ അങ്ങനെ തുടങ്ങിയുള്ള എല്ലാവരും എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. പിന്നെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മൺമറഞ്ഞു പോയ ഡോക്ടർ ലത്തീഫ്, പിന്നെ ഇപ്പോൾ ഡോക്ടർ ഇസ്മായിൽ സേട്ട്, പിന്നെ വിദേശത്ത് നിന്ന് ഇതിന്റെ തുടക്കകാലത്ത് ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വിദേശത്തുള്ള ചില വ്യക്തികൾ, അവരുടെ പേര് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇവർ എല്ലാവരെയും ഈ തരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങാനും ഇത് ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും യത്നിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ സന്തോഷം ജയചന്ദ്രൻ ഡോക്ടറെ. അടുത്തത് നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ഷഫീഖ് ഡോക്ടറുടെ ഊഴമാണ്. ഇന്നത്തെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഔദ്യോഗികമായ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഷഫീഖിനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കൃതജ്ഞത പറയേണ്ട കാര്യമില്ല, എല്ലാവരും നന്ദി എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഔദ്യോഗികമായിട്ടൊരു നന്ദി പറച്ചിൽ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. കാരണം സമയം വളരെ അതിക്രമിച്ചു. നമ്മുടെ 4ാം വാർഷികത്തിന് വളരെ ബിസി ആയിരുന്നിട്ട് പോലും നമ്മുടെ ഫംഗ്ഷന് കറക്റ്റ് സമയത്ത് വന്ന് നമ്മുടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ പ്രസിഡന്റിന് എത്താൻ എന്താണ് സാറിന് അസൗകര്യം വന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും സാറിനും അതിന് പകരം ഇത് ചെയ്ത വൈസ് പ്രസിഡന്റിനും എല്ലാം കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ ഇതിൽ ആശംസകൾ പറഞ്ഞ എല്ലാവരെയും പറയാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ ആശംസകൾ അർപ്പിച്ച മെയിനായിട്ട് ഹോമിയോപ്പതി സ്നേഹികൾക്ക് ആദ്യമായി IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഡോക്ടർമാർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഇതില് പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയേണ്ട ഒരാളുണ്ട്, ധനേഷ് ഡോക്ടർ. കാരണം എന്ന് പറഞ്ഞാല് ഒറ്റയാൾ പട്ടോളമാണ് പുള്ളി. അതുകൊണ്ട് ഡോക്ടർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഏതൊരു പ്രോഗ്രാമും അതിന്റെ വിജയത്തിലെത്തിക്കുന്നത് അതിന്റെ പ്രേക്ഷകരാണ്, ഓഡിയൻസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൂമിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷഫീഖ് ഡോക്ടറെ. ഇപ്പൊ എന്തായാലും നമ്മുടെ 4ാം വാർഷികാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടന്നു. ആ 4 വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തോടു കൂടി ഹ്യൂബർട്ട് ഡോക്ടർ കൊല്ലം പറയാനുണ്ടോ? നാളെ ഇത് കാണണ്ടേ? എളുപ്പം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണണ്ടേ? അല്ല, ഇത് പറയുകയും ജനഗണമന അല്ല, ഇത് ഹിബ ഡോക്ടർ ഒരു ജനഗണമന പാടി നമുക്ക് അവസാനിപ്പിക്കും.
എല്ലാവരെയും പേര് പറഞ്ഞപ്പോൾ ഹിബർട്ട് ആർക്കാരെ മറന്നുപോയതല്ല, ഒറ്റവാക്കിനെ കൂടെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നത്. ജനഗണമന പാടാമല്ലോ. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് ഉച്ഛല ജലചിതരംഗ ഗാവേ സഭയാശിഷ മാവേ ഗാവേ അപജയ ഗാഥ ജന ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ 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 ഹേ. അങ്ങനെ 1460 ദിവസത്തെ ആഘോഷ പരിപാടികൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ 9:30 മധുഡോക്ടറോടൊപ്പം എന്ന പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.